അത്രയും വളരെ മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിലനിൽക്കെ നമ്മുടെ ധനമന്ത്രി പറയുന്നു, ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ധനപ്രസന്ധിയിൽ നിന്നെല്ലാം കരകയറി എന്നാണ് പറയുന്നത്. അത് ബസ്സുകൾക്ക് നിരക്കുന്നതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഒരു സർക്കാരിന് എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പണം വേണം. പണം തീരെയില്ല, ഒരു കാര്യത്തിനും ഇല്ല, ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും ഇല്ല. അതിനെ പറ്റിയുള്ള വലിയ സങ്കല്പങ്ങൾ പറയുന്നു, ഞങ്ങൾ വലിയ പഠനങ്ങൾ നടത്തി, ഞങ്ങൾ വലിയ വികസനം നടത്താൻ പോകുന്നു, ആനയാണ് പൂനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഈ ബഡ്ജറ്റിലുണ്ട്. അത്രയും മോശമായിട്ടുള്ള സാഹചര്യത്തിൽ 100 കോടി രൂപ എങ്ങാണ്ടാണ് പുതിയ വാഹനങ്ങൾ. ലൈഫ് മിഷൻ പദ്ധതിക്കൊന്നും പൈസയില്ല, പണമില്ല. അതേസമയത്ത് ഏതാണ്ട് 100 കോടി രൂപയുടെ പിന്നീട് പുതിയ കാറ് മേടിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇക്കടെങ്കിലും ചെറുപ്പക്കാരില്ലേ ഡെലിവറി ബോയ്സ് എന്ന് പറഞ്ഞാൽ രാത്രി വരെ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്ന എന്തെല്ലാം സാധനങ്ങളാണ് കൊണ്ട് ഓരോ വീട് തോറും കയറി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ സംസ്ഥാന സർക്കാർ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. സത്യത്തിൽ ഈ ബഡ്ജറ്റ് എത്രമാത്രം ജനകീയമാണ്, ജനങ്ങൾക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ സാധിക്കും, നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. എന്തായാലും ഈ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഉത്തരം പറയുവാനായി നമ്മളോടൊപ്പം ഉള്ളത് 5ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായിരുന്ന, അതുകൂടാതെ സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ BA പ്രകാശ് സാറാണ്. സാർ, ഏറെ പ്രതിസന്ധികൾക്കൊടുവിൽ, അതായത് ധനസ്ഥിതി വളരെ മോശമാണ്, ഇതിനിടയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അത്രമാത്രം പ്രതീക്ഷ നൽകുന്നതാണ് ഈ ബഡ്ജറ്റ്, അതുകൂടാതെ ജനകീയമായോ? അതായത് ഈ രണ്ട് കാര്യങ്ങളാണ്. അതായത് ഇന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന രൂക്ഷമായിട്ടുള്ള ധനകാര്യ തകർച്ചയുടെ ഒരു വ്യക്തമായ ഒരു ചിത്രം നമ്മുടെ CAGയുടെ റിപ്പോർട്ടിൽ തന്നിട്ടുണ്ട്. ആ CAGയുടെ റിപ്പോർട്ട് തന്നെ 10 ദിവസം മുമ്പേ അവിടെ പ്രസൻറ്റ് ചെയ്താണ്. ഗവൺമെൻറ് അതിനെപ്പറ്റി നല്ല ധാരണയുണ്ട്. എങ്കിൽ തന്നെയും അത് കണ്ടതായി ഭാവിക്കാത്ത രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചത്. അതായത് ഞാൻ വീണ്ടും പറയുന്നു, സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കടം ഒരു വർഷം എടുത്ത വർഷമാണ് നമ്മൾ കഴിഞ്ഞ വർഷം. അതിൽ മാത്രമല്ല, അതിൽ പകുതിയിലധികം, ഏതാണ്ട് 1 ലക്ഷത്തിൽ ഏതാണ്ട് പകുതിയിലധികം 53,000 കോടി രൂപയോളവും വെയ്സ് ആൻഡ് മീൻസ് അഡ്വൈസ് ആയിട്ട് എടുക്കുക. അത് താൽക്കാലിക കടം, ഗവൺമെൻറ്റിൻ്റെ താൽക്കാലിക ആവശ്യങ്ങൾക്ക് നടത്താൻ വേണ്ടി മാത്രം എടുത്തിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അത്രയും വളരെ മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിലനിൽക്കെ നമ്മുടെ ധനമന്ത്രി പറയുന്നു, ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ധനപ്രസന്ധിയിൽ നിന്നെല്ലാം കരകയറി എന്നാണ് പറയുന്നത്. അത് ബസ്സുകൾക്ക് നിരക്കുന്നതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, പിന്നെ ഈ ധനപ്രതിസന്ധി കാരണം സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു മരവിപ്പ്, സർക്കാർ പണം മുടക്കി കാര്യങ്ങൾ നടത്തേണ്ട എല്ലാ മേഖലകളിലും ഒരു മരവിപ്പാണിപ്പോൾ ഉള്ളത്. അതിലേറ്റവും ഒരു ഉദാഹരണം തന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ സർക്കാർ പ്രഖ്യാപിച്ചതെന്താണെന്നറിയാം, ബഡ്ജറ്റിലുള്ള ആനുവൽ പ്ലാൻ മുഴുവൻ 50% വെട്ടിക്കുറയ്ക്കുന്നു. ഒരുപാട് വെട്ടിക്കുറയ്ക്കലാണ് ഇപ്പോൾ ഈ 2 ആഴ്ചക്കുള്ളിൽ നടത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് എല്ലാ മേഖലയിലും. അതോടൊപ്പം തന്നെ ഈ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിക്ക് അവരുടെ കേന്ദ്രത്തിൻ്റെ ഷെയർ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് അവിടെ ഒന്നും നടക്കുന്നില്ല. എല്ലാ മേഖലകളും അരിക്ഷിതാവസ്ഥയിലേക്ക് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു സർക്കാരിനൊന്നും. അപ്പോൾ ഇതൊന്നും കണക്കിലെടുക്കാതെ ഉള്ള ഒരു രീതിയിലാണ് കാര്യങ്ങളെല്ലാം. വളരെ മെച്ചമാണ്, ഞങ്ങൾ വലിയ മെച്ചമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു എന്നുള്ള ഒരു പുറംപൂച്ചാണ് ഇതിനകത്ത് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടൊന്നും ഇവിടെ ഒരു വലിയ വ്യത്യാസം വരുന്നില്ല. പിന്നെ മാത്രമല്ല, ഈ അടുത്ത കാലത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവിടുത്തെ ജീവനക്കാരുടെ പെൻഷനാണ്, പെൻഷൻ പദ്ധതി. അപ്പോൾ പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉണ്ടായിരുന്നു. അത് കേന്ദ്ര സർക്കാർ ആദ്യം നടപ്പിലാക്കി. എന്നിട്ട് അവരിപ്പോൾ ഒരു പുതിയൊരു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണെങ്കിൽ റിട്ടയർ ചെയ്യുന്നവർക്ക് ഏതാണ്ട് പകുതിയുള്ള ശമ്പളം കിട്ടുന്ന ഒരു പുതിയൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്, യൂണിഫൈഡ് പെൻഷൻ സ്കീം എന്നുള്ള. അതിൽ നമ്മുടെ സംസ്ഥാനത്തിന് വേണമെങ്കിൽ ചേരാതിരിക്കുക, അങ്ങനെയാണ്. പക്ഷേ അതിലേക്ക് ചേരണം എന്നുള്ള ജീവനക്കാരുടെ താല്പര്യവും ഇതിനകത്ത് അംഗീകരിച്ചിട്ടില്ല. അതിന് പുറമെ സംസ്ഥാന സർക്കാർ വേറൊരു ആ തരത്തിലുള്ള ഒരു പെൻഷൻ പദ്ധതി ആണ് ചിന്തിക്കുന്നതെന്നുള്ളൊരു സൂചനയാണ് ഈ ബഡ്ജറ്റിൽ തരുന്നത്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലുള്ള കേരളത്തിൽ ഏതാണ്ട് 2 ലക്ഷത്തോളം സർക്കാർ ജീവനക്കാർക്ക് ഒട്ടും ഗുണകരമായിട്ടുള്ളതല്ല. അവർ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്, പക്ഷേ ആ ഒരു പ്രഖ്യാപനം എടുത്തിട്ടില്ല. അതിൻ്റെയും പ്രധാനപ്പെട്ട കാരണം, ആ പദ്ധതി എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 18% പിന്നീട് കോൺട്രിബ്യൂഷൻ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കണം. അതിന് പൈസ ഇല്ലാത്തതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. കാരണം അതിൽ കുറേ സാമ്പത്തിക ബാധ്യത വരും. അപ്പോൾ ആ മേഖലയിലും ഒന്നുമില്ല. പിന്നെ അതായത് ഒരുപാട് പ്രഖ്യാപനങ്ങൾ അങ്ങ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്.
അത് ഈ ബഡ്ജറ്റിൻ്റെ ഒരു സ്വഭാവം. ഒരുപാട് ഈ സർക്കാരിൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. ഈ നമ്മൾ പരസ്യം പ്രഖ്യാപിക്കുന്ന പോലെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിൽ ഞങ്ങൾ അത് ചെയ്യാൻ പോകണം, ഇത് ചെയ്യാൻ പോകണം, മറ്റേതാണ്, എല്ലാം ചെയ്യാൻ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രഖ്യാപനങ്ങൾ. അതുപോലെ തന്നെ ഒരുപാട് സമ്മേളനങ്ങൾ നടത്തുമെന്നാണ് പറയുന്നത്, കോൺക്ലേവുകൾ നടത്തുമെന്നാണ് പറയുന്നത്. അങ്ങനെ നടത്തി കാര്യങ്ങൾ. അപ്പോൾ ഈ കുറേ സമ്മേളനം മാത്രം നടന്ന് നമ്മുടെ നാട്ടിൽ വികസനം വരുമോ? പണം വേണ്ടേ? പണം ചിലവാക്കി കാര്യങ്ങൾ നടത്തിയാലല്ലോ അതിനുള്ള ഒരു കാര്യമായിട്ടുള്ള ഒരു നടപടികളുമല്ല. ചുരുക്കത്തിൽ സംസ്ഥാന ബഡ്ജറ്റ് തീരെ നിരാശകരമായ ഒരു ബഡ്ജറ്റാണെന്ന് പറയാം. അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിൻ്റെ വികസനത്തിനോ അല്ലെങ്കിൽ ജനക്ഷേമത്തിനോ അല്ലെങ്കിൽ ഈ സംസ്ഥാന ജീവനക്കാരുടെ താല്പര്യങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യമായിട്ടുള്ള ഒന്നുമില്ല. അതിൻ്റെ റൂട്ട് കാസായിട്ട് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ രൂക്ഷമായിട്ടുള്ള ധനകാര്യ പ്രതിസന്ധി, അല്ലെങ്കിൽ ഒരു ധനകാര്യ തകർച്ച, അല്ലെങ്കിൽ ഒരു കടക്കണിയിൽ സംസ്ഥാനം നിലനിൽക്കുന്ന ഒരു സ്ഥിതി. ഈ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാതെ സംസ്ഥാനത്തിന് ഒന്നും ചെയ്യാനൊക്കില്ല. ഒരു സർക്കാരിന് എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പണം വേണം. പണം തീരെയില്ല, ഒരു കാര്യത്തിനുമില്ല, ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും ഇല്ല. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാനെല്ലാം വെട്ടിക്കുറച്ചു, ബാക്കിയുള്ള എല്ലാ മേഖലയിലും വെട്ടിക്കുറച്ചു. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഈ യൂണിവേഴ്സിറ്റികളും മറ്റ് സ്ഥാപനങ്ങളും എല്ലാം അവരുടെ ബാങ്കിൽ കിടക്കുന്ന ചെറിയ ഫണ്ട് പോലും ട്രഷറിയിൽ അടയ്ക്കണമെന്ന് പറഞ്ഞു. അത്രയും മോശമായിട്ടുള്ളൊരവസ്ഥ നിലനിൽക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ സർക്കാർ പറഞ്ഞിരിക്കുന്ന ഈ നടപടികൾ മൂലം ഇവിടെയുള്ള പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഓട്ടോണോമസ് ബോഡീസ്, യൂണിവേഴ്സിറ്റികൾ അവരെല്ലാം വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നിങ്ങളതിലുള്ള കുറച്ച് മിച്ചമുള്ള കാശ് അത് മുഴുവനും ട്രഷറിയിലിടണം. ട്രഷറിയിലിട്ടാൽ പിന്നെ അതങ്ങനെ തിരിച്ചു കിട്ടാൻ പോകണ്ട. ഇതൊക്കെയാണെങ്കിൽ പിന്നീട് ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു UGCയുടെ ഒരു പ്രോജക്റ്റ്, ഒരു ഫണ്ട്, ഒരു അധ്യാപനം കിട്ടിയ പണമായിരിക്കും, അതായിരിക്കും അവിടെ ബാങ്ക് ഇട്ടിരിക്കുന്നത്. അതിനെ ഇങ്ങോട്ട് മാറ്റണമെന്നാണ് പറയുന്നത്, അല്ലാതെ സർക്കാരിൻ്റെ ഫണ്ടല്ല. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ഇത് തന്നെ. അപ്പോൾ വലിയ ഒരു ധനപ്രതിസന്ധി, വലിയൊരു വികസന പ്രതിസന്ധിയായിട്ട് മാറി അതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള ഒരു ത്രാണിയോ ഒരു കഴിവോ സർക്കാരിനുള്ളതുപോലെ തോന്നുന്നില്ല. അപ്പോൾ ചുരുക്കത്തിൽ വലിയ മാറ്റങ്ങളില്ലാതെ ഈ പ്രതിസന്ധി ഇങ്ങനെ തുടരും. അതേസമയം വലിയ വികസനത്തെ പറ്റിയുള്ള വലിയ സങ്കല്പങ്ങൾ പറയുന്നു. ഞങ്ങൾ വലിയ പഠനങ്ങൾ നടത്തി, ഞങ്ങൾ വലിയ വികസനം നടത്താൻ പോകുന്നു, ആനയാണ് പൂനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഈ ബഡ്ജറ്റിലുണ്ട്. അത് ഞങ്ങൾ വലിയ കേരളത്തിന് മുന്നോട്ട് നയിക്കാനായിട്ടുള്ള വലിയ വികസന രേഖയാണ് ഈ ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് കുറച്ച് ട്രൂത്തും ഉണ്ട്. ആ പറയുന്ന നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഒന്നും നടപ്പിലാക്കാനായിട്ടുള്ള ഒരു പൈസയോ അതിനുള്ള ഒരു സാഹചര്യമോ കാണുന്നില്ല. ഇത് കൂടുതലും ഒരു പ്രചരണത്തിനോ ഒരു രാഷ്ട്രീയ പ്രചരണത്തിനോ അതുപോലുള്ള ഒരു ബഡ്ജറ്റായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതേസമയം ഈ പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുമ്പോഴും ഈ മന്ത്രിമാരുടെ പഴയ വാഹനങ്ങൾ ഉൾപ്പെടെ മാറ്റാനും 100 കോടി രൂപയുടെ 100 കോടി രൂപ. അതായത് ഇത്രയും മോശമായിട്ടുള്ള സാഹചര്യത്തിൽ 100 കോടി രൂപ എങ്ങാണ്ടാണ് പുതിയ വാഹനങ്ങൾ. ലൈഫ് മിഷൻ പദ്ധതി വരെ മര്യാദയ്ക്ക് നടത്താതെ. ലൈഫ് മിഷൻ പദ്ധതിക്കൊന്നും പൈസയില്ല. ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് വെച്ച് കൊടുക്കാനോ അതിനൊന്നും ഒരു പദ്ധതിയില്ല, പണമില്ല. അതേസമയത്ത് ഏതാണ്ട് 100 കോടി രൂപയുടെ പിന്നീട് പുതിയ കാറ് മേടിക്കുന്നു എന്നുള്ളതാണ്. അതായത് ജനം എങ്ങനെ പോയാലും നമ്മുടെ കാര്യം മാത്രം, അതായത് ഈ ഭരണം നടത്തുന്നവരും ഭരണവർഗത്തിൻ്റെയും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കണം എന്നുള്ള, അതാണ് ഈ ധനധൂർത്ത് രാഷ്ട്രീയം. ഞാൻ നേരത്തെ ഈ പറയുന്ന സംസ്ഥാനത്ത് ഈ നടക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ധനധൂർത്ത് രാഷ്ട്രീയമാണ്. അപ്പോൾ ഈ ഭരണത്തിരിക്കുന്ന ആളുകളും അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളും അത് കൈകാര്യം ചെയ്യുന്ന ആളുകളും അവരുടെ എല്ലാം താല്പര്യങ്ങൾ വളരെ പരീക്ഷിക്കണം. ബാക്കി ജനത്തിൻ്റെ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. അത് വളരെ ഖേദകരമായ അല്ലെങ്കിൽ വളരെ മോശകരമായ അല്ലെങ്കിൽ ജനങ്ങൾക്ക് തീരെ ഗുണം ഇല്ലാത്ത ഒരു കാര്യം. പിന്നെ ഈ വേറൊരു വലിയൊരു വിമർശനം എന്നുള്ള പറയുന്നത്, ഇപ്പോൾ ഈ സർക്കാർ ജോലിയും അതുപോലുള്ള സംവിധാനം ഉള്ളവർക്കൊക്കെ അവരുടെ ശമ്പളവും ആനുകൂല്യങ്ങളൊക്കെ കിട്ടിപ്പോകുന്നു. അതൊരു തരത്തിൽ നടന്നു പോകുന്നില്ല എന്ന് പറയുന്നില്ല. അതേസമയത്ത് വെളിയിൽ തൊഴിലില്ലാത്ത ആളുകൾ, ചെറുപ്പക്കാർ, മറ്റ് മേഖലകളിൽ ഒരു ചെറിയൊരു വരുമാനം കിട്ടാൻ കഴിയാത്ത ആളുകൾ, ഇവിടെ ഇപ്പോൾ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരില്ലേ ഡെലിവറി ബോയ്സ് എന്ന് പറഞ്ഞാൽ രാത്രി വരെ വണ്ടി പിടിച്ചുകൊണ്ട് നടക്കുന്ന എന്തെല്ലാം സാധനങ്ങളാണ് കൊണ്ട് ഓരോ വീട് തോറും കയറി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കാറ്റഗറി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുപോലെ തന്നെ തീരെ ദരിദ്രരായിട്ടുള്ള ഒരു വലിയ മേഖല ആളുകളുണ്ട്. അവരുടെയൊക്കെ സ്ഥിതി എന്താണ്? അല്ലെങ്കിൽ തന്നെ ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ പോലും കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കാനായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്താൻ സർക്കാരിന് കഴിയുന്നില്ല. അതിൻ്റെ റൂട്ട് ആയിട്ടുള്ള കോസ് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഈ ധനപ്രതിസന്ധി തന്നെയാണ്.
അത് അഡ്രസ്സ് ചെയ്യാതെ നമ്മൾ ഒരു ബഡ്ജറ്റിൽ ഒരു സർക്കാരിൻ്റെ കഴിവ് മുഴുവൻ നിലനിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമുണ്ടോ? പണം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ നോക്കൂ. അപ്പോൾ നമ്മൾ ഈ പണം വളരെ സൂക്ഷിച്ച് ചിലവാക്കുക എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെയല്ല. ധനതൂർത്ത് നടത്തി നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും അധികാരത്തിലിരിക്കുന്നവർ അവരുടെ താല്പര്യങ്ങളും അവരുടെ ആഡംബരത്തിനും അവർക്ക് കാറ് വാങ്ങിക്കാനും അവരുടെ യാത്രയ്ക്കും അങ്ങനെയൊക്കെയുള്ള ഒരു ഭരണവർഗത്തിൻ്റെ ആഡംബരത്തിനും ധൂർത്തിനുമാണ് കൂടുതൽ. അതിന് വലിയൊരു പ്രയോറിറ്റിയും അല്ലാത്തവൻ മറ്റവൻ വോട്ട് ചെയ്താൽ മതി, അവൻ ഞങ്ങളെ വോട്ട് ചെയ്ത് ഞങ്ങൾ വലിയ കാര്യം നടത്തുന്നു എന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ള നിലയിലേക്ക് നമ്മളെത്തി നിൽക്കുന്നു. അത് വളരെ ചുരുക്കത്തിൽ വളരെ നിരാശകരമായ ഒരു ബഡ്ജറ്റായിട്ടാണ് ഞാനതിനെ കാണുന്നത്.